ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഈ ഓടി നടക്കുന്നതെല്ലാം രാഘവൻ സാറിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന ഒറ്റ വിശ്വാസത്തില. ഈ മത്സരത്തിൽ നിന്നും വിജയിച്ച് കിട്ടുന്ന പണം ഉണ്ടെങ്കിൽ എന്റെ സാറിന് ചികിത്സിക്കാൻ പറ്റുമല്ലോ. ശാന്തേച്ചി ഇപ്പൊ മറ്റൊന്നും വിചാരിക്കണ്ട. രോഹിത്തിന് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാതായിട്ടുണ്ടല്ലേ? പലർക്കും പലതടി ലഹരി. എനിക്കിപ്പോ ഇതാ ലഹരി. ഇതും കുടിച്ച് സുഖമായിട്ടുള്ള ഉറക്കം. എനിക്കത് മതി. അതെ, ഒരു പെങ്കൊച്ചു കൂടി ഈ വീട്ടിൽ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്താ നല്ലതാ. അത് ഞാനെന്തിനടി ഓർക്കുന്ന? ഞാൻ പറയും രണ്ടാമനല്ലേ. ഒന്നാമനെ അത് അതിൻ്റെതായ വഴിക്കൊക്കെ നോക്കിക്കോളും. എന്നാലും രോഹിത്തിനെ അച്ഛാന്ന് വിളിക്കണതിന്റെ പരിഗണനയെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കാം. കാരണം നിങ്ങളെ എങ്ങനെ വിളിക്കാൻ അവള് മാത്രമേ ഉള്ളൂ. എന്നാര് പറഞ്ഞു? കുഴപ്പം നിനക്ക്. ശ്യാമയ്ക്ക് ഇനിയൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. നിനക്ക് മാത്രം. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. രോഹിത്തിന് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നേ? സാഹചര്യം, ഞാൻ അനുഭവിച്ചിട്ടുള്ള അപമാനം, വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ച ആത്മസംഘർഷങ്ങള്, ഇതെല്ലാം എന്നെ ഇങ്ങനെയാക്കി. ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഞാൻ എന്നെ കോലൊടിച്ച് അവസാനിപ്പിച്ചതാ. ഇപ്പൊ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് അടിച്ചിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങ് പോവുക. ഒടുവിൽ കരള് തകർന്ന് കഴിഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ ആരും നോക്കാനുണ്ടാവില്ല. അങ്ങനെ വിചാരിച്ച് ഇവിടെ ആരാടി ജീവിക്കുന്നേ? ഒരാളുമില്ല. മക്കളെ നോക്കാത്ത അമ്മമാര്, അമ്മമാരെ മക്കളെ നോക്കാത്ത അച്ഛന്മാര്, പ്രായമായ മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ മക്കള്. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നേ? ഇങ്ങനെ അങ്ങ് പോണം. ഒടുവിൽ ഏതെങ്കിലും ഓടയിൽ വീണ് ഒടുങ്ങുമ്പോ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോയി കുഴിച്ചിടും. അല്ലെങ്കിൽ മോർച്ചറിയിൽ അജ്ഞാത ശവങ്ങളുടെ കൂടെ അങ്ങ് കൂടണം. ആരും വരാതെ ആവുമ്പോ 4 ചീത്തയും പറഞ്ഞ് ഏതെങ്കിലും ഒരു കുഴിയിലിട്ട് അവരൊരു അന്ത്യവിശ്രമം തരും. അത് മതി എനിക്ക്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ നിനക്കെന്താ? പറഞ്ഞില്ലെന്ന് വേണ്ട. നാളെ ആ ഫുഡ് കോമ്പറ്റീഷൻ ശാരദാമയും സത്യാമ്മയും പൊട്ടിച്ച് പാളീസാക്കാൻ വേണ്ടി സുസ്മിത തുനിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മയുടെ കൈപ്പുണ്യൊക്കെ പിന്നെ കുറച്ചൊക്കെ നിനക്കും കിട്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് സുസ്മിതയ്ക്ക് സഹായിയായി നീ പോണം. ഞാനോ? അതും അവളെ സഹായിക്കാൻ? എന്നെ കൊന്നാലും ശരി, അവളെ സഹായിക്കാൻ ഞാൻ പോയില്ല. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാ. എങ്കിൽ രോഹിത് ചെല്ല്. പഴയ കാമുകിയും കെട്ടി കൂടെ നടന്നതൊക്കെയല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ടല്ലേ. എന്നാ പിന്നെ ഒരുമിച്ച് പാചകം ചെയ്താലെന്താ? നീ പോകും, സുസ്മിത സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇത് പറയുന്ന രോഹിത. ആര് വാക്ക് കൊടുത്താലും ആര് പറഞ്ഞാലും ചെന്ന് സഹായിക്കേണ്ട ആള് ഞാനല്ലേ.
ആ ഞാനാ പറയുന്നത് പറ്റില്ലാന്ന്. ദേ, ഈ വീട് അവളുടേതാ. ഞാൻ ഈ കുടിക്കുന്ന കള്ളു വരെ അവള് വാങ്ങി തന്നതാ. അപ്പോ അവളെ സഹായിക്കേണ്ട കടമ എന്റേതാ. സഹായിച്ചോ? ഞാൻ സഹായിക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. നിക്കടി. വാശിയാണോ? ആ, ഇതെനിക്ക് വാശി തന്നെയാ. എന്റെ അമ്മയെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവൾക്ക് കൂട്ടുപോണെന്ന് രോഹിത്തിന് എങ്ങനെ പറയാൻ തോന്നിയേ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ പോകുന്നത് ശരിയാണോ? എന്റെ അമ്മ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ. എടേ, നിന്റെ അമ്മയും ചെയ്യില്ല, സത്യാമ്മയും ചെയ്യില്ല. ആ, അതിനുള്ള പണി എന്തായാലും സുസ്മിത ഒപ്പിച്ചോളും. ദേ, നീ ഇപ്പൊ സുസ്മിതയുടെ കൂടെ നിന്ന ജയിച്ച ടീമിന്റെ ഭാഗമായി മാറാൻ കഴിയും. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. എനിക്കതൊരു ചെറിയ കാര്യം തന്നെ. ഇത് അവസാന തീരുമാനമാണോ? അതെ. രോഹിത് എന്നെ നോക്കണ്ട, ഞാൻ വരില്ല. നിക്കടി ഇവിടെ. വിട് രോഹിത്തെ. നീ വരും. സുസ്മിതയ്ക്ക് കൂട്ടു പോവുകയും ചെയ്യും. ദേ, രോഹിത്താ പറയുന്നേ. ഞങ്ങള് വന്നത് സത്യാമ്മയ്ക്കൊപ്പം ശാന്തിച്ചി ഇന്നത്തെ കോമ്പറ്റീഷന് സഹായിയായി പോണെന്ന് പറയാനാ. എന്റെ കുഞ്ഞെ, അക്കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്നെ മനസ്സിലാക്കാത്തവർക്കൊപ്പം ഞാൻ എങ്ങനെ ജോലി നോക്കുന്നത്? അതൊന്നും ശാന്ത ഇപ്പൊ മനസ്സിൽ വെക്കരുത്. ചില തെറ്റിദ്ധാരണയുടെ പുറത്താ അങ്ങനെയൊക്കെ സത്യാമ്മ പറഞ്ഞത്. പണം തിരിച്ചു കിട്ടിയായിരുന്നു. അത് രാഘവൻ സാറിന്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാ. സുഖമില്ലാത്ത ആളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ത് വഴക്ക് പറഞ്ഞാലും സോറി എന്ന രണ്ട് വാക്കിലെല്ലാം തീർന്നു എന്ന് കരുതുന്ന നിങ്ങൾക്കൊക്കെ ചിലതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ശാന്തയെ കുറ്റപ്പെടുത്തിയതിനും മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനും എല്ലാം അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അയ്യോ, പിള്ളച്ചേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? ഞാൻ എന്റെ സങ്കടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതെനിക്ക് അത്രയും വേദനിച്ചോണ്ടല്ലേ. അതാ എനിക്ക് മറക്കാൻ പറ്റാത്തത്. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് സമ്പത്തിനേക്കാൾ വലുത് അഭിമാനോ. അതിന് മുറിവേൽക്കുമ്പോ മനസ്സ് വല്ലാതെ പിടയും. അതുകൊണ്ടാ ഞാനും പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ശാന്തിച്ചി, മറ്റൊന്നും വിചാരിക്കണ്ട. സത്യാമ്മയുടെ സ്വഭാവം അറിയാലോ. എന്നെ തന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അങ്ങനെ ജീവിക്കുന്നു. നമ്മള് അങ്ങനെയല്ലേ? ശാന്ത സത്യാമ്മയുടെ കാര്യം നോക്കണ്ട, രാഘവൻ സാറിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ ഈ ഓടി നടക്കുന്നതെല്ലാം രാഘവൻ സാറിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന ഒറ്റ വിശ്വാസത്തില. ഈ മത്സരത്തിൽ നിന്നും വിജയിച്ച് കിട്ടുന്ന പണം ഉണ്ടെങ്കിൽ എന്റെ സാറിന് ചികിത്സിക്കാൻ പറ്റുമല്ലോ. ശാന്തിജി, ഇപ്പൊ മറ്റൊന്നും വിചാരിക്കണ്ട. വിഷ്ണുട്ടന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ. നമുക്ക് സഹായിച്ചേ പറ്റും. ശാന്തിജി കൂടി ഈ അവസാന സമയത്ത് കൈവിട്ട പിന്നെ സത്യമയ്ക്കൊപ്പം പിന്നെ ആരും ഉണ്ടാവില്ല.